ചേർത്തലയിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നും 2.5 ലക്ഷം രൂപയുടെ ലോട്ടറി മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വന്നു ജീപ്പ് വന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ലക്ഷങ്ങളുടെ ലോട്ടറി മോഷ്ടിച്ച പ്രതിയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയിരിക്കുന്നത്, അല്ലേ? KP സുരേഷ്, അതെ, കഴിഞ്ഞ 21-ന് പുലർച്ചെയാണ് ചേർത്തലയിലെ ബ്രദേഴ്സ് ലക്കി സെൻറ്റർ, അത് ചേർത്തല ടൗണിലുള്ളതാണ്. ആ ലക്കി സെൻറ്ററിൻ്റെ ഏജൻസി, ആ കടയുടെ ജനാലകൾ പൊളിച്ച് അകത്ത് കിടന്നാണ് ഇത് ലോട്ടറി മോഷ്ടിച്ചത്. 2,41,000 രൂപയുടെ ലോട്ടറിയും, അതായത് 8,000-ലധികം ലോട്ടറികളാണ് മോഷ്ടിച്ചത്. അതിൽ പൂജാ ബമ്പർ ഉൾപ്പെടെയുള്ള ലോട്ടറികൾ ഉണ്ടായിരുന്നു, വിവിധ സീരീസിലുള്ളത്. അതിനുശേഷം അവിടെ നിന്ന് 5,000 രൂപയും ഒരു മൊബൈൽ ഫോണും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ നിരവധി മോഷണ കേസുകൾ പ്രതിയാണ്. തുറവൂർ സ്വദേശിയായ ധനേഷിനെയാണ് വളരെ സാഹസികമായി ഇന്ന് പോലീസ് പിടികൂടിയത്. ഇദ്ദേഹം ചേർത്തല ക്ഷേത്രത്തിന് സമീപത്ത് ഉള്ളതായി അറിഞ്ഞ് രഹസ്യ വിവരം കിട്ടിയതനുസരിച്ച് പട്ടണക്കാട് പോലീസാണ് അവിടെ എത്തി പിടികൂടുന്നത്. വളരെ സാഹസികമായിരുന്നു. മനു എന്ന ഒരു പോലീസുകാരൻ മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ആ മനുവിനെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ കൂടി സഹായത്തോടെ തടഞ്ഞു വെക്കുകയും പിന്നീട് കൂടുതൽ പോലീസുകാരെത്തി ഇയാളെ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. ചേർത്തല പോലീസിൻ്റേതാണ് കേസ്. കഴിഞ്ഞ 21-ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും മുഖം പൂർണ്ണമായും മറച്ച് ഒരു തരത്തിലും ആളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു മോഷണം നടത്തിയത്. അതിവിദഗ്ധമായ രീതിയിൽ തന്നെയാണ് മോഷണം നടത്തി കടന്നു കളഞ്ഞത്. അതിനുശേഷം പിന്നീട് ഈ മോഷ്ടിച്ച മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ അടക്കം നോക്കിയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും ഇന്ന് വളരെ സാഹസികമായി പിടികൂടിയതും. KP സുരേഷ്. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.